ഹലോ, നമസ്കാരം. ഇതിപ്പോൾ എന്താണ്, പേജ് മാറിപ്പോയോ? ക്രീമി ഡിലൈറ്റ്സ് തന്നെയല്ലേ? അതെ, ക്രീമി ഡിലൈറ്റ്സ് തന്നെയാണ്. പക്ഷേ ക്രീമി ഡിലൈറ്റ്സിന് ഇവിടെ എന്താണ് കാര്യം? ഇനിയിപ്പോൾ എത്ര ദിവസത്തിൻ്റെ ക്രിസ്മസിന്? ഓൾറെഡി ലേറ്റായി ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാമെന്ന് വെച്ചിട്ട് കുറേ ദിവസം അങ്ങോട്ട് പോയി. പൂജ ഹോളിഡേയ്സിന് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിപ്പിച്ചിരുന്നു. എൻ്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ വന്നിരുന്നേ. അപ്പോൾ അവരോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നമുക്ക് നേരിട്ട് പോയി വല്ല പർച്ചേസ് നടത്താൻ സമയം മിക്കപ്പോഴും ഉണ്ടാവാറില്ല. അവരാണെങ്കിൽ ഒട്ടും കുറച്ചില്ല, അജ്വാനിലെ ഫ്രൂട്ട്സ് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് കൈ കിട്ടിയിട്ടും സോക്ക് ചെയ്തത് ഇപ്പോൾ 2 ദിവസം മുമ്പാണ് കേട്ടോ. ഇതുകൂടാണ്ട് ഇനിയൊരു ഭരണിയിൽ ഇനിയും കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഏകദേശം 3 വർഷം മുമ്പ് റമ്മിലിട്ട് വെച്ചതാണ്. 3 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ ആദ്യം അതെടുത്ത് തുടങ്ങാം. അത് കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റാവുമല്ലോ, അതാണ് പ്ലാൻ. പിന്നെ ഞാൻ സോക്കിംഗ് ഒക്കെ തുടങ്ങിയത് പ്രൊഫഷണലി ബേക്കിംഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. അന്ന് തൊട്ട് ബക്കാഡി റമ്മാണ് വാങ്ങിക്കണത്. ഇതിപ്പോൾ ബക്കാഡിയുടെ പരസ്യമൊന്നുമല്ല. പക്ഷേ പണ്ട് എപ്പോഴും ടി വിയിൽ ബക്കാഡി റമ്മിൻ്റെ പരസ്യം, അതിൻ്റെ വിഷ്വലൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ പേര് ബക്കാഡി അതെൻ്റെ തലയിൽ എങ്ങനെയോ അന്ന് കയറിയിട്ടുണ്ട്. ഇതിനെ ആയിരിക്കും അല്ലേ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പവർ എന്ന് പറയണത്. എന്താ സംഭവം എന്ന് അറിയില്ലെങ്കിൽ ഇവിടെ ആ പേര് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് റമ്മാണെന്ന് അറിയാം കേട്ടോ. ഞാനൊരു മദ്യപാനിയല്ല. എന്നാലും എനിക്ക് വളരെ കുറച്ച് പേരുകൾ അറിയാവുന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ലതാണ് ഇത് എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ ഇത് വാങ്ങിക്കാൻ തുടങ്ങിയത്. ഇത്തവണ ബോട്ടിലൊന്നും സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി വാങ്ങിക്കേണ്ടി വന്നു കേട്ടോ. അത് കുഴപ്പമില്ല, അത് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയി വാങ്ങിച്ചു. ഇനിയിപ്പം ആൽക്കഹോൾ വേണ്ടാത്ത ആൾക്കാർക്കും കേക്ക് വേണമല്ലോ. അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിലോ മറ്റോ സോക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അതിപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാണ്. ഇത്രയും ഫ്രൂട്ട്സ് ഒറ്റയ്ക്ക് അരിയണം ഞാൻ. ഇതല്ല നിങ്ങളുടെ മനസ്സിലുള്ളത്? തെറ്റിപ്പോയി. തൊട്ടപ്പുറത്ത് ഒരു കുട്ടി ബേക്കർ അവിടെ ഇരുന്നിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും ആൾ വീഡിയോയിൽ വരില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സോക്കിംഗ് പരിപാടി കൊണ്ട് കഴിഞ്ഞു. ഇനി വേറൊരു സംഭവം കൂടെ കാണിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പഴയ സ്റ്റോക്കിനെ പറ്റിയിട്ട്. 3 വർഷമായിട്ട് റമ്മിൽ കിടക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സാണിത്. അങ്ങനെ പഴയവരും പുതിയവരും എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ് നമ്മുടെ 2025 ക്രിസ്മസിന് വേണ്ടിയിട്ട്.